Hey everyone, welcome back to another vlog. അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയോ? ഇന്ന് നിങ്ങളെ ഞാൻ ജാസ്പർ നാഷണൽ പാർക്കിലേക്ക് വീണ്ടും കൊണ്ടുപോവാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വന്നിട്ട് സമ്മർ ടൈമിലാണ്. അപ്പോൾ ജാസ്പർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് കാനഡയിലെ കനേഡിയൻ റോക്കീസിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരാനായിട്ട് കാനഡയിലെ ആൽബർട്ട പ്രൊവിൻസിൽ ക്യാപിറ്റൽ സിറ്റി എഡ്മണ്ടൺ അവിടെ വന്നിട്ട് ഒരു 3.5 hours ഡ്രൈവ് ചെയ്ത് വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽഗറി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ട് ബാംഫ് അതുവഴി സീനിക് റൂട്ടൊക്കെ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരാവുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല ജാസ്പർ നാഷണൽ പാർക്ക് വന്നിട്ട് എന്താ പറയുക, കാനഡയിലെ തന്നെ വൺ ഓഫ് ദ വൈൽഡസ്റ്റ് അൺടച്ച് പിന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസസിൽ ഒന്നാണെന്ന് പറയാം കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഈ ജാസ്പർ നാഷണൽ പാർക്കിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഭയങ്കര മാസീവ് മൗണ്ടൻസ് കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഇത് ഡീപ്പ് ഫോറസ്റ്റ് ആണ് കേട്ടോ. അതുകൂടാണ്ട് ഒരുപാട് വാട്ടർഫോൾസ്, ലേക്സ്, ഇവിടുത്തെ ലേക്സ് വന്നിട്ട് എന്താ പറയുക ടർക്കോയ്സ് ലേക്സ് ആണ് കേട്ടോ. അതുകൂടാണ്ട് പിന്നെ എന്താ പറയുക ഒരുപാട് ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ജാസ്പർ നാഷണൽ പാർക്കിൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതുമാത്രമല്ല ഈ ജാസ്പർ നാഷണൽ പാർക്കിൽ വന്നിട്ട് ഒരുപാട് ഗ്ലേഷ്യർ ഫീൽഡ്സ് ഉണ്ട് കേട്ടോ. അതിലൊന്ന് വന്നിട്ട് പിന്നെ കൊളംബിയ ഐസ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലേഷ്യർ ഫീൽഡ് വന്നിട്ട് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വൈൽഡ് ലൈഫിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ബെയർസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. മൂസ് ഉണ്ട്, എൽക്സ് ഉണ്ട്, പിന്നെ ബോൾഡ് ഈഗിൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കേട്ടോ. അതുമാത്രമല്ല ഇവിടെ മൊബൈൽ ഫോൺസിനൊന്നും നെറ്റ്വർക്കൊന്നും കിട്ടാറില്ല കേട്ടോ. വീക്കെൻഡ്സിലൊക്കെ വന്നിട്ട് നല്ല റഷായിരിക്കും കേട്ടോ. ഞാനപ്പോൾ നിങ്ങളെ ആദ്യം കൊണ്ടുപോകുന്നത് വന്നിട്ട് മെഡിസിൻ ലേക്കിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മലൈൻ ലേക്കിലോട്ട് കൊണ്ടുപോകും കേട്ടോ. ഈ മലൈൻ ലേക്കിലോട്ട് പിന്നെ പോകുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഈ മെഡിസിൻ ലേക്കിൽ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. മലൈൻ ലേക്ക് വന്നിട്ട് വളരെ ഫേമസ് ആണ് ഫിഷിങ്ങിന്, പിന്നെ കയാക്കിങ്, കെന്യൂയിങ്, അങ്ങനെ ഒരുപാട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊക്കെ കേട്ടോ. അതുമാത്രമല്ല ഒരുപാട് ഹൈക്കിംഗ് ട്രയൽസൊക്കെ ഉണ്ട് അവിടെ. ഈ ജാസ്പറിൽ വന്നിട്ട് പിന്നെ ഹോട്ടൽസിനൊക്കെ വന്നിട്ട് പിന്നെ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. അതുകൊണ്ട് ഈ മോസ്റ്റ്ലി ഈ ടൂറിസ്റ്റൊക്കെ വന്നിട്ട് ഹിൻറ്റൺ ആണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ഹിൻറ്റൺ കുറച്ചുകൂടി അഫോർഡബിൾ ആണ് കേട്ടോ. ഒരുപാട് പിന്നെ എയർബിഎൻബീസ് പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള മോട്ടൽസൊക്കെ ഉണ്ട് ഹിൻറ്റണിൽ. അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഹിൻറ്റണിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കൂ, ആകാശത്ത് നിങ്ങൾക്കൊരു റെയിൻബോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. യൂഷ്വലി ഇവിടെ മലൈൻ ലേക്ക്, മെഡിസിൻ ലേക്കൊക്കെ പോകുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ പിന്നെ ഒരുപാട് ഹൈക്കിംഗ് ട്രയൽസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതുമാത്രമല്ല കുറച്ച് ക്യാമ്പിംഗ് സൈറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ നാഷണൽ പാർക്കിൽ ക്യാമ്പ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷനൊക്കെ പിന്നെ പാർക്സ് കാനഡയിൽ നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വെഹിക്കിൾസിലൊന്നും പിന്നെ ക്യാമ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. അതുമാത്രമല്ല ഈ നാഷണൽ പാർക്കിൽ നിങ്ങൾക്ക് ഈ ഡ്രോണൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അതായത് വിത്തൗട്ട് പെർമിഷൻ. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഈ ഡ്രോണൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $25,000 വന്നിട്ട് ഫൈൻ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ.
അതുമാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഫോണിന് പിന്നെ നെറ്റ്വർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ജാസ്പർ നാഷണൽ പാർക്കിൽ പിന്നെ വൈൽഡ് ഫയർ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ ഈ വൈൽഡ് ഫയറിൽ വന്നിട്ട് ഈ കത്തി നശിച്ച് പോയിട്ടുള്ള പിന്നെ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഏക്കേഴ്സ് ഓഫ് ലാൻഡ് അങ്ങനെ പിന്നെ വൈൽഡ് ഫയർ വന്ന് ഇല്ലാണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മെഡിസിൻ ലേക്കിലോട്ട് പിന്നെ എത്തുവാണ് കേട്ടോ. ഇതാണ് മെഡിസിൻ ലേക്ക് പാർക്കിംഗ് ലോട്ട് കേട്ടോ. ഇത് ഒരു ചെറിയ പാർക്കിംഗ് ലോട്ടാണ്. അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ പിന്നെ പാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് പിന്നെ ഒരു ബസ് അവിടെ കാണാം. അത് ഈ ടൂറിസ്റ്റിനെയൊക്കെ കൊണ്ടുവരുന്ന ബസ്സാണ് കേട്ടോ. നോക്കൂ, അവിടെ നിങ്ങൾക്ക് ഒരു ടൂർ ഗൈഡ് വന്നിട്ട് പിന്നെ ആൾക്കാർക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് കാണാം കേട്ടോ. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. Next year, they want to be handicapped for the rest of their life. Also, it's a true indicator of how strong and healthy that animal is. Imagine a big, strong bull elk grows a huge rat, and then he gets fat and lazy. That's a false advertising at that point, right? So it's a clear indicator to the females about how healthy and strong that male is. I'll show a couple photos of them shedding their antlers. Think of it as losing your baby teeth, right? You don't lose all your baby teeth at once. You get a silly little gap here and then one over there. And if they're loose, what do? You wiggle it to get rid of it. So they'll lose one antler, then they'll have the other one left, and they're just അങ്ങനെ ഇതാണ് മെഡിസിൻ ലേക്ക് കേട്ടോ. ഈ മെഡിസിൻ ലേക്കിനെ വന്നിട്ട് ജാസ്പർ നാഷണൽ പാർക്കിൻ്റെ ഡിസപ്പിയറിംഗ് ലേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ പിന്നെ സമ്മർ ടൈമിൽ വന്നിട്ട് ഈ ഗ്ലേഷ്യറൊക്കെ സ്നോ ഒക്കെ മെൽറ്റായിട്ട് ഇതിൻ്റെ വാട്ടർ ലെവൽ വന്നിട്ട് പിന്നെ കൂടുതലായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിൻ്റർ ഫോളൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വാട്ടർ ലെവൽ വന്നിട്ട് ഒരുപാട് കുറയും കേട്ടോ. ഇതിനെ വന്നിട്ട് എന്താ പറയുക, ഒരു നാച്ചുറൽ സിങ്ക് ആണെന്നാണ് പറയുന്നത്. അതായത് ഇതിനൊരു പിന്നെ അണ്ടർഗ്രൗണ്ട് കേവ് സിസ്റ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ വാട്ടറൊക്കെ വന്നിട്ട് ഈ വിൻ്റർ ഫോൾ സീസൺ ആകുമ്പോഴത്തേക്കും പിന്നെ ഡിസപ്പിയർ ആവും കേട്ടോ. എന്നിട്ട് ഈ ലേക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ ആവും. നോക്കൂ, ഈ മെഡിസിൻ ലേക്കിൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പിന്നെ ഫോറസ്റ്റ് വന്നിട്ട് വൈൽഡ് ഫയർ വന്നിട്ട് നശിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ പിന്നെ ഫോട്ടോഗ്രാഫിക്ക് വളരെ നല്ലതാണ് കേട്ടോ. എസ്പെഷ്യലി വന്നിട്ട് സൺറൈസ് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഈ ക്ലൗഡ് ഫുള്ള് കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ. ആൻഡ് പിന്നെ അതുമാത്രമല്ല, ഏർലി മോർണിംഗ് ഒക്കെ വന്നിട്ട് ഭയങ്കര ഫോഗി ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് ഫോട്ടോസിനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുമാത്രമല്ല, ഈ മെഡിസിൻ ലേക്ക് ഏരിയ വന്നിട്ട് ബോൾഡ് ഈഗിളിൻ്റെ കൺസർവേറ്ററിയും കൂടിയാണ് കേട്ടോ. ഈ ബോൾഡ് ഈഗിളിൻ്റെ പിന്നെ നെസ്റ്റിംഗ് സീസണിൽ വന്നിട്ട് പിന്നെ സർട്ടൻ ഏരിയാസിലൊന്നും ആർക്കും പോകാനായിട്ട് പെർമിഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ആ ഏരിയാസൊക്കെ വന്നിട്ട് ഈ പാർക്സ് കാനഡ വന്നിട്ട് ക്ലോസ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ച് മലൈൻ ലേക്കിലോട്ട് പോകാനായിട്ട് പാർക്കിംഗ് ലോട്ടിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ അവിടെ ഒരു വൈൽഡ് ലൈഫിനെ കണ്ടു. അതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല. അതേ നിങ്ങൾക്ക് കാണാം. ഇതേ എന്ത് ക്യൂട്ടാന്ന് നോക്കി.
അങ്ങനെ നമ്മൾ മെഡിസിൻ ലേക്കിൽ നിന്ന് മലൈൻ ലേക്കിലോട്ട് ഡ്രൈവ് ചെയ്ത് പോവാണ് കേട്ടോ. നോക്കൂ, മൗണ്ടൻസ് ഒക്കെ വന്നിട്ട് എത്ര ക്ലിയർ ആണെന്ന് നോക്കി. വിൻ്റർ ടൈം വന്നിട്ട് ഇതെല്ലാം വന്നിട്ട് സ്നോ ക്യാപ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട്. ഇപ്പോഴും നല്ല രസമുണ്ട് അല്ലേ. നോക്കൂ, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവിടെ ഒരുപാട് ഫോറസ്റ്റ് വന്നിട്ട് ഈ വൈൽഡ് ഫയറിൽ വന്നിട്ട് കത്തി നശിച്ചിരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് ഒരുപാട് ഇയേഴ്സ് എടുക്കും കേട്ടോ തിരിച്ച് പിന്നെ നല്ല രീതിക്കായിട്ട് വരുവാനായിട്ട്. അപ്പോൾ ഈ മലൈൻ ലേക്കിലോട്ട് പോകുന്ന ഈ ഏരിയയിൽ വന്നിട്ട് പിന്നെ റോക്ക് ഫോൾ ഹസാർഡ് വന്നിട്ട് വിൻ്റർ ടൈമിൽ വന്നിട്ട് ആവലാഞ്ച് റിസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ റൈറ്റ് സൈഡ് വന്നിട്ട് മെഡിസിൻ ലേക്കാണ് കേട്ടോ. ഈ മെഡിസിൻ ലേക്ക് വന്നിട്ട് ഒരു വലിയ ലേക്കാണ്, പക്ഷേ അതിൻ്റെ വാട്ടർ ലെവൽ വന്നിട്ട് സീസൺസ് അനുസരിച്ച് വേരി ചെയ്തിരിക്കും കേട്ടോ. ചില സമയത്തൊക്കെ വന്നിട്ട് ഞാൻ ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ബിഗ് ഹോൺ ഷീപ്സിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ ഈ ബിഗ് ഹോൺ ഷീപ്സ് വന്നിട്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഈ ഷീപ്സ് എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞതിന് ശേഷം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് മലൈൻ ലേക്കിലോട്ട് കേട്ടോ. ഈ മെഡിസിൻ ലേക്ക്, മലൈൻ ലേക്ക് ഏരിയയിലൊക്കെ ഈ ജാസ്പർ നാഷണൽ പാർക്കിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ മൾട്ടി ഡേ ബാക്ക് പാക്കിംഗ്, മൾട്ടി ഡേ ഹൈക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മലൈൻ ലേക്കിലോട്ട് ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വ്ളോഗിൽ ഞാൻ നിങ്ങൾക്ക് മലൈൻ ലേക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം, മലൈൻ ലേക്കിൻ്റെ അടുത്തുള്ള ഏരിയാസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.